ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മറാത്തി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം സോണി ലീവ് വഴി റിലീസ് ചെയ്ത സീരീസാണ്. അപ്പോൾ 1970 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ മാൻവത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ആ സ്ഥലത്ത് നടന്ന കുറച്ച് കൊലപാതകങ്ങൾ അതിനെ അടിസ്ഥാനമാക്കി എടുത്ത ഒരു സീരീസാണ്. പിന്നെ അതായത് മുൻ മഹാരാഷ്ട്ര DGP രമാകാന്ത് കുൽക്കർണിയുടെ ഫുട് പ്രിന്റ് ഓൺ ദ സാൻഡ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞ പിന്നെ പുസ്തകത്തിൻ്റെ ഒരു അധ്യായമാണ് ഈ ഒരു സീരീസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ച് പിന്നെ ആ ഒരു ഗ്രാമത്തിൽ കുറച്ച് കൊലപാതകങ്ങൾ നടക്കുകയാണ്. കുട്ടികളും പെൺകുട്ടികളും ആയിരിക്കും പിന്നെ ഇരകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം കുറേ മിസ്റ്ററി, അതിലുള്ള എന്തൊക്കെയാണ് മിസ്റ്ററി എന്നുള്ളത് ക്രൈം ബ്രാഞ്ചിൽ നിന്ന് ഒരു പിന്നെ ഇൻസ്പെക്ടർ വന്നിട്ട് അന്വേഷിക്കുകയാണ്. അതാണ് സിനിമയുടെ സീരീസിൻ്റെ പ്ലോട്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നടന്ന കുറച്ച് സംഭവങ്ങളാണ്. നരബലി, അന്ധവിശ്വാസവും ഇതിനെ തുടർന്നുണ്ടാകുന്ന ആ സംഭവങ്ങളൊക്കെയാണ് സീരീസിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒഴുക്കിൽ ഇങ്ങനെ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസ്, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനപ്പാണ്. അതായത് വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവത്തിലാണ്. അങ്ങനെയാണ് ഈ ഒരു സീരീസിൻ്റെ കഥ പോകുന്നത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ നമുക്ക് എന്താ അടുത്തെന്ത് സംഭവിക്കും, പിന്നെ ഇന്നയാളായിരിക്കും കൊലപാതകി എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി തരാൻ ഈ ഒരു സീരീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ സിനിമ സീരീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു അന്വേഷണത്തിന് ഒരു പുതുമ നമുക്ക് കിട്ടണം. എന്നാലേ അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഒരു ആസ്വാദനം നമുക്ക് റെഡി ആവുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ഇതില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനെ പിന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഈ ഒരു സീരീസിൻ്റെ ഒരു വലിയൊരു പോരായ്മ എന്നുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഈ പഴയ കാലത്തെ 1970 കാലഘട്ടത്തിലെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളും പിന്നെ ഇവരുടെ ഡ്രസ്സിങ്ങും പിന്നെ കൂടാതെ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ പെർഫോമൻസുകളൊക്കെ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഇല്ല എന്നുള്ളതാണ്. ഒരു മേക്കിംഗ് അതൊരു ഇതായിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ എന്തായാലും ഒരു ആവറേജിന് മുകളിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമായിരുന്നു. ഇതെനിക്കൊരു തൊട്ടടുത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സീരീസ് എനിക്ക് ഫീൽ ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും സീരീസ് കഴിഞ്ഞ ദിവസം പിന്നെ സോണി ലീവ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ഭാഷകളും അവൈലബിൾ ആണ്. ഞാൻ മലയാളമാണ് കണ്ടത്. നല്ല ഡബ്ഡ് തന്നെയായിരുന്നു മലയാളം എന്നുള്ളത്. സോണി ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡുകളാണ്. 35-45 ഏവറേജ് ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണ് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരുപ്പിന് കണ്ടു തീർക്കാം. ഒരു 5 മണിക്കൂറാണ് ഈ സീരീസിൻ്റെ മൊത്തം ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ജസ്റ്റ് ആ ഒരു ഇരിപ്പിന് ഒരു ഒഴുക്കിൽ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സീരീസ്, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. എന്താ പറയുക, കൂടുതലായിട്ടുള്ള സംഭവമാണെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു ആവറേജ് സീരീസ്, അത്രയേ ഉള്ളൂ. കണ്ടു നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു 1 ടൈം വാച്ച് ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും